തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് നിമിഷം ഉണ്ടാവും. ഏതാണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കും. CPM-ൻ്റെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി CPM-ൻ്റെ പട്ടിക കണ്ടപ്പോൾ കൊല്ലത്ത് മുകേഷ് സ്ഥാനാർത്ഥിയാണ്. എന്താ സാറേ? മുകേഷിൻ്റെ പേര് ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട്. ആ പാർട്ടിയായിട്ട് കുറച്ചൊക്കെ ബന്ധം അടുപ്പമുള്ളതുകൊണ്ട് അവർക്ക് ഈ എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായയുള്ള ആളുകളെ വേണം. പക്ഷെ അങ്ങനെ നോക്കിയിട്ട്, കാരണം അവർ എനിക്ക് തോന്നുന്നത് പ്രേമേന്ദ്രനാണ് അദ്ദേഹത്തിനെതിരെ നിർത്താൻ കഴിയുന്ന. അപ്പം പ്രേമേന്ദ്രനെതിരെ മറ്റേ മോദിയുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ, അതിനു മുമ്പ് പിന്നെ പിണറായി വിജയൻ തന്നെ പരനാറി എന്നൊക്കെ വിളിച്ച ഇതൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും പ്രേമേന്ദ്രനെ ഒന്ന് തോൽപ്പിക്കണം. പക്ഷെ നടക്കുന്ന കാര്യമൊന്നുമില്ല അത്. ആദ്യം ചിന്താ ജെറോമിന്റെ പേരാണ് ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. അത് രക്ഷയുള്ള കാര്യമല്ല, അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മുകേഷ് ആയിരിക്കും എന്നുള്ള റൂമർ കുറേ നാളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു നായർ ഈഴവ സ്പ്ലിറ്റിന് ഉള്ള ശ്രമമാണോ? അവര് എപ്പോഴും ജാതി കളിക്കാറുണ്ട്. ഇപ്പോൾ ആരിഫിനെ നിർത്തുമ്പോഴും ആരിഫിന് വീണ്ടും സീറ്റുണ്ട്. അതെ, സീറ്റ് ഉണ്ടല്ലോ. അതൊക്കെ നേരത്തെ ഇളമരം കരീമിനുണ്ട്. അവര് അവരുടേതായ ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് മുമ്പ് ഈ പാർട്ടി ഉണ്ടായത് തന്നെ മറ്റേ താഷ്കണ്ടിൽ വെച്ചാണ്. ആ കാലം മുതൽ കളിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോയവർ അത് നടക്കാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകളായി മാറിയതാണ്. അതെ, ആ ഇസ്ലാമിക അതുകൊണ്ട് മറ്റേ മുസ്ലിങ്ങളെ കൂടെ നിർത്തണം, അത് നമ്മുടെ കമ്മിറ്റഡ് വോട്ട് ബാങ്ക് ആണെന്നുള്ള ധാരണയിൽ അവർ അത്തരം സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെയാണ് സത്യത്തിൽ കാലഹരണപ്പെട്ടു പോയ കുറേ സ്ഥാനാർത്ഥികളാണ് CPM പട്ടികയിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടെടുത്തോളം. കാരണം CS സുജാതയുടെയൊക്കെ പേരൊക്കെ വരുന്നുണ്ട്, പല ചില മണ്ഡലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഈ നിർത്തുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ചില ആളുകൾ ഞാൻ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു വടകരയിൽ. പക്ഷേ പാർട്ടി പറഞ്ഞാൽ നിൽക്കും എന്നവർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിട്ട് 2 മണ്ഡലങ്ങളിൽ അവരെ നോക്കുന്നതായിട്ടും വാർത്തകളുണ്ട്. പക്ഷേ K രാധാകൃഷ്ണൻ സൗകര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആലത്തൂര് കാൻഡിഡേറ്റ് ആക്കുമ്പോൾ AK ബാലൻ സൗകര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് PK ജമീലയുടെ പേര്, ഡോക്ടർ ജമീലയുടെ പേര് വരുന്നുണ്ട്. ഇനി ഭാര്യ ഉള്ളത് കൊണ്ട് അദ്ദേഹം താല്പര്യരാഹിത്യം കാണിക്കുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കേൾക്കുന്നത് മുഴുവൻ ഈ തോറ്റുപോയവരോ മുമ്പത്തെ തെരഞ്ഞെടുപ്പില് TV രാജേഷിന്റെ പേര് വരുന്നുണ്ടല്ലോ, അത്തരം ആളുകളുടെ പേര്. അതല്ലാതെ ഒരു സർപ്രൈസ് ഒന്നും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരെയില്ല. കേട്ട് പഴകിയ പേരുകളാണുള്ളത് അതിൻ്റെ അകത്ത്. പൊതുവെ കോൺഗ്രസ്സിൽ തീരെ സർപ്രൈസ് ഇല്ലല്ലോ. കാരണം അതെ, എല്ലാവർക്കും അറിയാം സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നു, അവർ കാലെ കൂട്ടി പറഞ്ഞു. സാർ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ പാർലമെന്റിൽ CPM-നാകെ 2-3 സീറ്റേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള 2, പിന്നെ കേരളത്തിൽ നിന്നുള്ള 1, ആകെ 3. സ്റ്റാലിൻ്റെ സൗജന്യത്തിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ 3 സീറ്റുള്ള CPM ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഗണ്യമായി 3-4 ഇരട്ടിയാക്കി ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കേരളത്തിൽ ഒരു 10-15 സീറ്റെങ്കിലും ജയിക്കുക എന്നുള്ള ടാർഗറ്റാണത്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിനോട് BJP ഒരു ടാക്റ്റിക്കൽ നിലപാടെടുക്കുമോ? കാരണം കോൺഗ്രസ് എന്തായാലും പണി തീർന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ ആകെ കിട്ടാൻ പോകുന്ന മമത തന്നെ പറയുന്നത് 40 സീറ്റ് പോലും കിട്ടില്ല ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കോൺഗ്രസിന് 40 സീറ്റേ കിട്ടുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ വലിയ ശത്രു CPM ആണെന്ന് കണക്കുകൂട്ടി CPM-ൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കട്ടെ എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് BJP മാറുമോ? BJP അങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചില ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ട് ഒരു പ്രത്യേക സമുദായം RSS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന BJP ആയിട്ട് അവർ കാലുമാറാതിരുന്നാൽ, നായർ സമുദായത്തെയാണോ അതാ ഉദ്ദേശിക്കുന്നത്. കാരണം മുമ്പൊന്നുമില്ലാത്ത അത്ര നായർ സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരിപ്പോൾ ഉണ്ടല്ലോ, അത് വോട്ടിങ്ങിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു പ്രതിഫലനവും കൂടിയൊക്കെ ആയിരിക്കണമല്ലോ. തിരിച്ചു കുത്തുക, നമ്മുടെ സമുദായത്തിലുള്ളവർ ഏത് പാർട്ടിയാണെങ്കിലും വോട്ട് ചെയ്യുക, അങ്ങനത്തെ നിലപാട് ഈ RSSലുള്ള പല ആളുകൾ പോലും എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ നിലപാടുകളൊന്നും ഇല്ലാതെ ഉറച്ച പാർട്ടിക്കാരായിട്ട് ഇത്തവണ മാറുമെങ്കിൽ അതിപ്പോൾ നമുക്ക് നോക്കാം. അതായത് ആകെ 20 സീറ്റുകളാണ്. അതിൻ്റെ അകത്ത്
ഈ 4 സീറ്റ് BDJS-ന് പോവുകയാണ്. ബാക്കി 16 സീറ്റാണല്ലോ. ആ 16-ൽ 4 വനിതയ്ക്ക് പോകും. ആ 4 വനിതകൾ ഇന്നത്തെ നിലയ്ക്ക് ശോഭ സുരേന്ദ്രൻ, നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ചയുടെ, പിന്നെ രേണു സുരേഷ് വരുമ്പോൾ പട്ടികജാതിയും കൂടിയായിൽ വരും, സ്ത്രീ സീറ്റ്. പിന്നെ ഞാൻ കേട്ടൊരു പേര് CK ജാനുവിൻ്റെതാണ്, വയനാട്. ആ കാര്യത്തിൽ പല ആൾക്കും സംശയം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പേരാണ് ജാനുവിൻ്റേത്. അതുപോലെ അതിൽ 4 ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, ഇത് സാധ്യതാ പട്ടികയാണ്, എങ്ങനെ വേണമെങ്കിലും മാറ്റം വരാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കിടക്കുന്നത് 4 ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിൽ അനിൽ ആന്റണി എറണാകുളം, ജോർജ് കുര്യൻ എവിടെയായിരിക്കും സാർ? ഇടുക്കിയോ ചാലക്കുടിയോ? ചാലക്കുടി ഇപ്പൊ CPM-ന് LDF സ്ഥാനാർത്ഥിയില്ല എറണാകുളത്തും ചാലക്കുടിയിലും. ആരെങ്കിലും പൊതുസ്വതന്ത്രം എന്ന പേരിൽ ആരെങ്കിലും കിട്ടുമോ? നമ്മൾ ചർച്ച ഒരു അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ സുനിലിന് കുറച്ചുകൂടി ഒരു ഇത് ധാരണ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ PC ജോർജ് പത്തനംതിട്ട, ജേക്കബ് തോമസ്, ഇങ്ങനെ ക്രിസ്ത്യാനികൾ. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, ഇതിൻ്റെ അകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഈ പട്ടികയിലില്ല. അത് അബ്ദുൾ സലാം, ഏതൊരു അബ്ദുൾ സലാം ഓർ BC ആയിരുന്നു, അബ്ദുള്ളക്കുട്ടി. അങ്ങനെയാണ് അതിൻ്റെ നിൽക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് 6 പേര് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഈ ഇങ്ങനെ വിഭജിച്ചു പോയി. അതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. ആറ്റിങ്ങൽ മുരളീധരൻ, തൃശ്ശൂർ സുരേഷ് ഗോപി, പാലക്കാട് കൃഷ്ണകുമാർ, അവിടെ മുനിസിപ്പൽ ചെയർമാനൊക്കെ കൃഷ്ണകുമാർ. BDJS-ന്റെ സീറ്റുകളായിട്ട് വരാൻ പോകുന്നത് പറയുന്നത് കൊല്ലം, കോട്ടയത്തായിരിക്കും തുഷാർ നിൽക്കുന്നതെന്ന് പറയുന്നു, ഇടുക്കി, പിന്നെ മാവേലിക്കര മറ്റേ സംവരണ മണ്ഡലമാണ്. പക്ഷെ അത് BDJS-ന് ആളെ നിർത്താൻ താല്പര്യമുണ്ട് എന്നാണ് കേട്ടത്. ചിലപ്പോൾ അവർ ആലപ്പുഴ ചോദിക്കാം എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം മാറും, മാവേലിക്കരയോ ഏതെങ്കിലും ഒരെണ്ണം മാറിയിട്ട് ആലപ്പുഴ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. അതൊക്കെ അവസാന ഘട്ടത്തിലേ വരുള്ളൂ. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പിന്നെ അതാണ്, അത് കോൺഗ്രസിൽ നിന്ന് രഘുനാഥ് ഈയിടെ BJP ചേർന്ന ആള്. അദ്ദേഹമാണ് കണ്ണൂർ സ്ഥാനാർത്ഥിയാണ് ആകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇപ്പൊ ഇതിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രന്റെ പേരില്ല. സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എന്റെ അറിവ്. സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ, നയിക്കണമല്ലോ. കുമ്മനം രാജശേഖരന്റെ പേര് നമ്മളിപ്പോ നോക്കിയപ്പോ ഇല്ല ഇതിന്റെ അകത്ത്. ഇനി RSSന്റെ സമ്മർദ്ദ കാര്യത്തിൽ വരുമോ? കേന്ദ്ര നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി, നിർമ്മല സീതാരാമനൊക്കെ വരൂ എന്നൊക്കെ പറഞ്ഞ ആ ചിത്രമൊക്കെ മാറി. ആ ചിത്രം മാറിയെന്ന് മാത്രമല്ല, വേറെ ചില പേരുകൾ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. നമ്മുടെ ISRO ചെയർമാൻ സോമനാഥിനെ തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കുന്നുണ്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അഞ്ജു ബോബി ജോർജിന്റെ പേര് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചാലക്കുടിയോ ഇടുക്കിയോ അങ്ങനെ പരിഗണിക്കപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ PT ഉഷയുടെ പേര് കോഴിക്കോട് അല്ലെങ്കിൽ വടകര അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യത, പ്രോബബിൾ ലിസ്റ്റ് ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. ഏതായാലും കേട്ടിടത്തോളം ഈ പറഞ്ഞ പോലെ വരികയാണെങ്കിൽ കൊള്ളാവുന്ന ഒരു ലിസ്റ്റാണ്. പിന്നെ ഉള്ളത്, ആർക്കെങ്കിലും ആക്ഷേപം പറയാനാണെങ്കിൽ BJP-യിലെ യുവ നേതൃത്വത്തിന് വലിയ പങ്ക് ഒന്നും കാണുന്നില്ല. ആ യുവ നേതൃത്വത്തിൽ നിന്ന് പ്രഫുൽ കൃഷ്ണ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഒരു മണ്ഡലത്തിൽ BJP-യുടെ മുഖങ്ങളായി നിൽക്കുന്ന വേറെ ചില യുവ നേതാക്കന്മാരുണ്ട്. സന്ദീപ് വാചസ്പതി, സന്ദീപ് വാര്യർ, യുവരാജ് ഗോകുൽ, ഇവരൊക്കെയാണല്ലോ ഇപ്പൊ ചാനലുകളിലെ താരം. ഇവരുടെ ആരുടെയും പേരുകൾ സാറ് പറഞ്ഞ ലിസ്റ്റിലില്ല. വേറെയും പേരുകളുണ്ട് യുവ നേതാക്കൾ. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ ഇനിയുണ്ടല്ലോ, 140 സീറ്റുണ്ട്. അതെ, ധാരാളം ഉണ്ട്. എല്ലാവർക്കും അവസരം കിട്ടും. അങ്ങ് പറഞ്ഞ പേരുകൾ മാത്രമല്ല, പിന്നെ 100 ഞാൻ 2-3 പേര് പെട്ടെന്ന് നാവിൻ തുമ്പത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് BJP-യിൽ യുവ നേതൃത്വം എന്ന നിലയിൽ അനൂപുണ്ട്, ചെങ്ങന്നൂര്, അങ്ങനെ കുറെ ആളുകളുണ്ട്. രണ്ടാം നിരയില് നല്ല നേതാക്കൾ BJP-ക്ക് ഉണ്ടാവുന്നു. ഗുണപരമായ മാറ്റമാണ്. അത് CPM-നെ അപേക്ഷിച്ച്
വലിയൊരു മാറ്റമാണ്. CPM-ലെ യുവ നേതൃത്വത്തിനെയൊക്കെ ഒന്നാം നിരയാക്കി, സ്പീക്കറാക്കി, മന്ത്രിയാക്കി, സെക്രട്ടേറിയറ്റ് മെമ്പറാക്കി. ഇനിയിപ്പോൾ രണ്ടാം നിര എന്ന് പറയാൻ ആർഷോയൊക്കെ ഉള്ളൂ. ഈ സ്പീക്കർ തന്നെ കാൻഡിഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു പട്ടികയിൽ കണ്ടു. ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ വരുന്ന ലിസ്റ്റുകളിൽ അതൊന്നുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് വിഷയം തീർച്ചയായും രാമനായിരിക്കുമല്ലോ. അതെ, രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ പറയുന്നത്? വർഗീയത, ഫാഷിസം, അല്ലേ? ഹിന്ദു ഫാഷിസം, അതൊക്കെ തന്നെ അവർക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എക്സാലോജിക്ക് അവർക്ക് എടുക്കാവുന്ന വിഷയമല്ല. എക്സാലോജിക് ഉണ്ട്, എല്ലാവരും എടുക്കുന്ന വലിയ വിലക്കയറ്റമുണ്ട്, മറ്റേ സപ്ലൈകോ അടക്കമുള്ള പൊതു വിപണിയിൽ ഇടപെടാനുള്ള സംവിധാനങ്ങളുടെ തകർച്ചയുണ്ട്, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, KSRTയിലെ ദുരന്തമുണ്ട്, ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ 1500 കോടി രൂപ കടമെടുക്കാൻ പോവുകയാണെന്ന് കേൾക്കും. പക്ഷെ കടമെടുക്കാൻ കേന്ദ്രം സമ്മതിക്കില്ല. അതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ആകെ കുഴപ്പം പിടിച്ച അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. കുത്തുവാളെടുത്തിരിക്കുകയാണ് ഈ ഭരണത്തിൽ. അഴിമതി ഭയങ്കരമായിട്ട് പെരുകിയിട്ടുണ്ട്. സർ, കേരളത്തിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ സാഗൂതം നിരന്തരം നമ്മുടെ സജീവ സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും നോക്കുന്ന ആളാണെന്ന്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ? ഇത് മാറാം, നമുക്കറിയാം. മുറുകി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറാം. എന്താ പോലും ഇപ്പോഴത്തെ സാധാരണ നമ്മൾ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതും ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നതും രണ്ട് തരത്തിലാണെന്ന് നമുക്കറിയാം. മുമ്പ് ആരിഫ് മാത്രം ജയിച്ച ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയോട് സമാനതയുള്ളൊരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ 19 സീറ്റും നഷ്ടപ്പെടുന്ന, അതായത് ജനങ്ങൾക്ക് അത്രമാത്രം മടുത്തിട്ടുണ്ട് ഈ തുടർഭരണം. ഇപ്പൊ ബംഗാളിൽ 30 കൊല്ലമൊക്കെ എടുത്തു ജ്യോതി ബസു ഈ ജനങ്ങൾക്ക് മടുപ്പുളവാക്കാനും വെറുപ്പുളവാക്കാനും. പക്ഷെ പിണറായി വിജയൻ അത്രയൊന്നും ഇത് സമയമെടുത്തില്ല. പുള്ളിക്ക് കാത്തു നിൽക്കാനൊന്നുമുള്ള ഉണ്ടായിരുന്നില്ലേ 7 കൊല്ലമൊക്കെ. പക്ഷെ ബംഗാളിനെ പോലെയുള്ളൊരു അട്രോസിറ്റി കേരളത്തിലുണ്ടോ? എന്താണ് ഇല്ലാത്തത്? ഇപ്പോഴും നമ്മൾ സന്ദേശകലി എന്നൊക്കെ പറഞ്ഞ് ബംഗാളിൽ കേട്ടോണ്ടിരിക്കുകയല്ലേ. അവിടുത്തെ ക്രൂരത, ഭയങ്കരമായ പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെയൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ ചെറുത്ത് നിൽപ്പുണ്ട് കേരളത്തിൽ, നന്നായിട്ട് ചെറുത്ത് നിൽപ്പുണ്ട്. അവിടെ ധാരാളം ഗുണ്ടകളുണ്ടായിരുന്നല്ലോ CPM-ന്. ഇപ്പൊ അതേ, കാരണം ഗുണ്ടകളുടെ ഉപജീവന മാർഗം ഗുണ്ടായുസം തന്നെയാണ്. അതേ ഗുണ്ടകൾ തന്നെയാണ് TMCയുടെ കൂടെ ചേർന്നിട്ട് ഇപ്പൊ CPM കാരെ തല്ലുന്നത്. കാരണം CPM-കാർക്ക് ഇപ്പൊ ജില്ലാ സമ്മേളനങ്ങൾ പോലും അവിടെ നടത്താൻ പറ്റുന്നില്ലല്ലോ. മറ്റേ കല്യാണ മണ്ഡപങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് 4-5 ജില്ലാ സമ്മേളനങ്ങൾ നടത്തുന്ന അങ്ങനത്തെയൊക്കെ രീതിയാണ്. നമ്മുടെ ഇവിടെ നല്ല ഒന്നാന്തരമായിട്ട് ചെറുത്തീർപ്പുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം RSS-കാർ തന്നെ എവിടെയോ നന്നായിട്ട് പെരുക്കിയൊരു അനുഭവമൊക്കെ മറ്റേ CPM-കാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഓർക്കണം, അവിടെ മറ്റേ RSS BJP ഒന്നും ഒരു ശക്തമല്ലാതിരുന്ന കാലത്തിനെ പറ്റിയാണ് സുനിലി പറയുന്നത്. CPM-ഉം മറ്റേ കോൺഗ്രസുമായിരുന്ന കാലത്ത്. കോൺഗ്രസിന് ഇങ്ങനെ കായികമായ ചെറുത്ത് നിൽപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നിരുന്നു. ആ അവസ്ഥ ഇവിടെ ഇല്ലല്ലോ. ജനങ്ങൾക്കും എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ വോട്ടർമാരുടെ മനസ്സിന്റെ കാര്യം. അപ്പോൾ സാറിന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഇലക്ഷന് വേണ്ടി എല്ലാ പാർട്ടികളും ഒരുങ്ങി വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ വിജയം UDF-നായിരിക്കും. പക്ഷെ UDF-ന് എന്താ പറയുക, ശോഷണം വല്ലാതെ ഉണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഈ കുറ്റിച്ചൂലുകൾ നിന്നാലും ജയിക്കും എന്നുള്ളൊരു അവസ്ഥ. BJP-യുടെ സാധ്യത എന്താ സാർ കേരളത്തിൽ? BJP-യുടെ സാധ്യത എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പറയാനായിട്ട്. ഞാനൊരു ഡയറക്റ്റ് ചോദ്യം ചോദിക്കട്ടെ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമോ? സുരേഷ് ഗോപിക്ക് ജയിക്കാം എന്നെനിക്ക് തോന്നുന്നു. ജയിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക സീറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു MLA അത് വേണ്ട രീതിയിൽ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. ഇപ്പം ഞാൻ പറയാം, കാരണം അന്ന് അദ്ദേഹം രാമനെതിരെ പറഞ്ഞു. ആ വികാരം നിലനിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചുള്ളൂ. പക്ഷെ ബാലചന്ദ്രനും ഈ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള സുനിൽ കുമാറും അവർ രണ്ടുപേരും 2 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. സുനിൽ കുമാറാണ് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് നേരത്തെയുള്ള ധാരണയുണ്ട്. അവർ 2 സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ സുനിൽ കുമാർ
നിൽക്കുന്നതിന് മുമ്പ് തന്നെ തോറ്റോട്ടെ, ഒരു പണി കൊടുത്തതാണ് എന്നൊരു വിചാരം കള്ളു മാത്രമല്ല ബാലേന്ദ്രനും ആ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു. കാരണം സുനിൽകുമാർ ഇസ്മയിൽ ഗ്രൂപ്പിൽപ്പെട്ട എത്രയോ കാലമായിട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ നേരത്തെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചൊരു രാഷ്ട്രീയം കൂടി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അന്ന് ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നാലോ? അത് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, തരൂര് ചിലപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം കാലടിയിൽ എന്തോ ചികിത്സയിലേക്കൊക്കെ പോകുന്നു, ഒരു ആയുർവേദ. അതേസമയം അദ്ദേഹത്തിന് നിയമസഭ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോടാണ് ഇപ്പം താല്പര്യം എന്ന അദ്ദേഹത്തോടുള്ള തരൂർ മത്സരിക്കാൻ ഉള്ള സാധ്യതയ്ക്ക് ഒരു ചോദ്യചിഹ്നമുണ്ട്. അങ്ങനൊരു പ്രശ്നം ഉണ്ട്. ഇപ്പോൾ മാറാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താല്പര്യമുണ്ട്. ചികിത്സ ആരോഗ്യ പ്രശ്നമുണ്ടല്ലേ? അങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തിനോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതേസമയം അദ്ദേഹം BJPയുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്നുകൂടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ആറ്റിങ്ങൽ മുരളിയുടെ അവസ്ഥയോ? അത് പറ്റിയൊന്നും എനിക്ക് ഉറപ്പില്ല. ഞാൻ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുരളീധരന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് വഴക്കുകളുണ്ട് ധാരാളം. BJPക്ക് ഇതുവരെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ട PC ജോർജ് വന്ന എങ്ങനെ ഇരിക്കും? PC ജോർജ് ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല നായർ വോട്ടുകളെ നായർ സമുദായത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ 3 നായന്മാരേ ഉള്ളൂ എന്ന് എനിക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്ന പലരോട് ഞാൻ ചോദിച്ചു. ഇല്ല, PC ജോർജ് നായർ നാലാമത്തെ നായരാണ് എന്നോട് അവരപ്പോൾ പറയുണ്ടായി. അത് തമാശയാണോ സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി വരികയാണ്. BJPയുടെ അവസ്ഥ കേട്ടെടുത്തോളം മുമ്പത്തേക്കാൾ ബെറ്ററാണ്. UDFും ബെറ്ററാണ്. അതെ, LDFന് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഒട്ടും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ നിലയിൽ നമ്മുടെ ഒരു കൺക്ലൂഷൻ. അങ്ങനെയാണ്. നമുക്കിനി ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പാണ്. പ്രണയത്തിലും തെരഞ്ഞെടുപ്പിലും എന്തും സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.